പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് പോവുകയാണ്. മൈനാഗപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വർഗീസ് തരകൻ. ശ്രീ വർഗീസ് തരകൻ, ഈ സ്കൂളിലെ നിർമ്മാണം, ഈ പറയുന്ന ഷെഡിന്റെ നിർമ്മാണം പഞ്ചായത്ത് അറിഞ്ഞിട്ടാണോ? ഡിസ്കണക്ട് ആയെന്നാ പറഞ്ഞപ്പോൾ പഞ്ചായത്ത് അറിഞ്ഞിട്ടില്ല. പഞ്ചായത്ത് ഇതുവരെ അറിഞ്ഞിട്ടില്ല. MLA പറഞ്ഞതിനകത്ത് ചില തെറ്റായ ഇതുണ്ട്. ഒന്ന്, ഒരിക്കലും പഞ്ചായത്ത് ഇതിന് പെർമിഷൻ കൊടുത്തിട്ടില്ല. നിലവിൽ ആ കെട്ടിടത്തിന് മാത്രമാണ് പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കാലത്തല്ലാതെ മുൻപ് കൊടുത്തിട്ടുണ്ടോ? കാരണം ഇതൊരു 5-6 വർഷമായുള്ള ഷെഡാണെന്ന് ഞങ്ങളുടെ തൊട്ടുമുമ്പുള്ളത് അതെ, ഇത് തൊട്ടുമുമ്പുള്ളത് LDFന്റെ ഭരണസമിതിയായിരുന്നു. നിലവിലുള്ളത് LDF ഭരണസമിതിയായിരുന്നു, ഞങ്ങളുടെ കാലത്തല്ല. അത് മാത്രമല്ല, ഞാൻ അവിടുത്തെ രേഖകൾ പരിശോധിച്ചപ്പോൾ ഈ ഷെഡിന് വേണ്ടി അവിടെ അങ്ങനെ ഒരു കൊടുത്തിട്ടുമില്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഈ പറയുന്ന ഈ യോഗങ്ങളിലൊക്കെ താങ്കളടക്കം ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, യോഗങ്ങളിൽ കോൺഗ്രസ്സുകാരെയൊക്കെ മാറ്റി നിർത്തുന്നു എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, അവിടെ ചില പ്രോട്ടോക്കോൾ അനുസരിച്ച് ചില കാര്യങ്ങൾ അവിടെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു MLA നടത്തിയ ഒരു പ്രോഗ്രാമുണ്ട്. MLAയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രോഗ്രാമിന് എന്നെ വിളിച്ചിട്ടുണ്ട്. MLA ആണ് അത് പറഞ്ഞത്. അത് പിന്നെ ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിക്കാണ് കഴിഞ്ഞ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. ഈ പറഞ്ഞത് അത് സത്യമാണ്. സ്കൂള് നടത്തുന്ന പരിപാടികൾക്ക് ഞങ്ങളെ സാധാരണ മാറ്റിയാണ് നിർത്തുന്നത്. അത് മാത്രമല്ല, അവിടുത്തെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ഒരിക്കൽ പോലും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഒരിക്കൽ പോലും എനിക്ക് മുമ്പുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചിട്ടില്ല. അവിടുത്തെ ഒരു കാര്യം അവിടെ അറിയിക്കാറില്ല. ഇത് CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഇവിടെ നടത്തുന്നത്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ അതിൻ്റെ ഭരണസമിതിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്നത് ശ്രീ തുളസീധരൻ പിള്ള അവർകൾ. അദ്ദേഹമാണ് അതിൻ്റെ മാനേജർ. അതിന് തൊട്ടു മുമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK ഗോപൻ അവർകളാണ് അതിൻ്റെ മാനേജറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. നമ്മുടെ ഞാൻ നേരത്തെ ശ്രീ ഉല്ലാസ് കോവൂർ പറഞ്ഞതുപോലെ അവിടെ LDFന്റെ മറ്റൊരു ഘടകകക്ഷികൾ പോലും അവിടെ ഇരിക്കുന്നില്ല. അവിടെ ഉള്ളി CPMന്റെ നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയാണ് അവിടെ നടത്തുന്നത്. കോൺഗ്രസ്സിന് അവിടെ അല്ലെങ്കിൽ UDFന് യാതൊരുവിധ പരിഗണനയും അവിടെ നൽകാറില്ല. അതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ വീഴ്ചയിൽ മാനേജർക്കുള്ള ഉത്തരവാദിത്വം താങ്കൾ എത്രത്തോളമാണ് കാണുന്നത്? തീർച്ചയായിട്ടും മാനേജർക്ക് 100% ഉത്തരവാദിത്വമുണ്ട്. കാരണം അവരിത് നേരത്തെ കാണേണ്ടതായിരുന്നു. മാനേജർക്ക് മാത്രമല്ല, സ്കൂളിൻ്റെ മാത്രമല്ല, KSEBക്കും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ഇതിൻ്റെ അടിക്ക് ഒരു ഷെഡ് ഉണ്ടാക്കുമ്പോൾ, ഇതിനോട് ചേർന്ന് ഒരു താൽക്കാലിക അല്ലെങ്കിൽ സൈക്കിൾ ഷെഡ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് KSEBയുടെ അനുമതി ഇല്ലാതെ ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ആ ഷീറ്റിൻ്റെയും ആ താൽക്കാലിക ഷെഡും ഈ കേബിളും തമ്മിലുള്ള അകലം എന്ന് പറയുന്ന ഒരടി പോലുമില്ല. അത് അങ്ങനെ ചെയ്യണമെങ്കിൽ KSEB തീർച്ചയായിട്ടും അനുമതി നൽകി അത് ഓഫ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയുകയുള്ളൂ. ഇത് ഞാൻ പറയുന്നത്, ഇത് അവർക്ക് LDFന്റെ ഒരു ഭരണസമിതി നിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് എല്ലാ രീതിയിലും എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ല. അത്തരത്തിലുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഭരണസ്വാധീനം ഉപയോഗിച്ച് അപ്പോൾ KSEBയെ സ്വാധീനിക്കാം, മറ്റുള്ള വിദ്യാഭ്യാസ വകുപ്പിനെ സ്വാധീനിക്കാം. അത്തരത്തിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ പോകുന്നത്. പഞ്ചായത്തിന് ഇതിനകത്ത് യാതൊരു പരിഗണനയും ഇല്ല, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നില്ല. പക്ഷെ പഞ്ചായത്തിന് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ അത്തരം ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രോട്ടോകോൾ പ്രകാരം വിളിക്കുന്ന ചില യോഗങ്ങൾ, അതിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിക്കുന്നു? സ്കൂളിന്റെ അവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ കൂടി പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തത്തിൽ പെടുന്നതാണല്ലോ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത്, നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു മീറ്റിങ്ങിന്, ഇപ്പം ഞാൻ അവിടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറിന് ചെല്ലുമ്പോൾ അവിടെ ഇന്ന കുറവുണ്ട് എന്ന് പറയാനും പരിശോധിക്കാനോ ഉള്ളൊരു സാഹചര്യം നമുക്കില്ല. അതാണ്. കേൾക്കുന്നില്ല? കേൾക്കാം, പറഞ്ഞോളൂ. മാഡം പറയുന്നത് കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, നമ്മളെ ഒരു മീറ്റിങ്ങിന് ജസ്റ്റ് ഇപ്പോൾ അവിടെ വിളിക്കുന്നു, ഒരു പരിപാടിക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അന്നേരം ഇങ്ങനെയുള്ള കുറവുകളെക്കുറിച്ച് പറയാനോ, അല്ലെങ്കിൽ ഇതിന് നമ്മളൊരു മീറ്റിംഗ് അല്ലാതെ അവിടുത്തെ നിയമങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ വെച്ചുള്ള ഒരു കമ്മിറ്റിക്ക് നമ്മളെ ക്ഷണിക്കുന്നില്ല. ആ കമ്മിറ്റിക്ക് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഇത് വല്ലാത്ത ഒരു കഷ്ടമായി പോയി, ഒരു സങ്കടമായി പോയി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. Debate with Smriti Parithikar.